ഹലോ, ഇന്നത്തേതൊരു ട്വിസ്റ്റ് നിറഞ്ഞ യാത്രയാണ്. അങ്ങനെ ഞാനും കയറി നമ്മുടെ സ്ത്രീകളുടെ ഫ്രീ ബസ്സായ പ്രിയദർശിനി ബസ്സിൽ. അങ്ങനെ നേരെ ജനറൽ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ടിക്കറ്റ് എല്ലാം എടുത്ത് ഡോക്ടറിനെ കണ്ട് ഇന്ന് ഞാനും നാത്തൂനും അമ്മയായിട്ട് സിറ്റി വരെ പോകാൻ ഇരുന്നതാണ്. ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച്. ഫ്രീ ബസ്സായതുകൊണ്ടേ അപ്പോഴാണ് എല്ലാം തകിടം മറിഞ്ഞത്. രാവിലെ മീൻ വേസ്റ്റ് കൊണ്ട് പൂച്ചയ്ക്ക് കൊടുത്തതാണ്. പൂച്ചയാണെങ്കിലോ ഒരൊറ്റക്കടി. നീ ഇന്നൊരിടവും പോണ്ടടി എന്നുള്ള ചിന്താഗതിയിലായിരിക്കാം പൂച്ച കടിച്ചത്. അങ്ങനെ എല്ലാം ശുഭം. അങ്ങനെ നേരെ ജനറൽ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് മൊത്തം 7 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പാളയത്തെ ഷവായ കടയിൽ നിന്ന് നല്ല ബുഹാരി റൈസും ഷവായിയും വാങ്ങി കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയി. അപ്പം അപ്രതീക്ഷിതമായി പൂച്ച കടിച്ചതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. ഡോക്ടറെ കണ്ട് ആവശ്യമായിട്ടുള്ള ചികിത്സയും വാക്സിനും ഒക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മളെ കുഞ്ഞുമക്കളെ ഒന്നും പട്ടിയുടെയും പൂച്ചയുടെ അടുത്തൊന്നും വിടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കുക. ചെറിയ മുറിവാണെന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ എത്ര ഉള്ളൂ ഗൈസ്, ടാറ്റാ.